ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. കോട്ടക്കൽ നഗരസഭയിലെ കോട്ടപ്പടി പൂഴിത്തറ റോഡിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായി സ്വന്തം സ്ഥലം വിട്ടു നൽകി മാതൃകയായി അൻസാരി കുണ്ടിൽ. കാലങ്ങളായി നേരിടുന്ന യാത്രാ ദുരിതത്തിനാണ് റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിലൂടെ പരിഹാരമാവുന്നത്. കോട്ടക്കൽ നഗരസഭയിലെ 5-6 വാർഡുകളിലൂടെ കടന്നു പോകുന്ന റോഡാണ് കോട്ടപ്പടി പൂഴിത്തറ റോഡ്. കാലങ്ങളായി ഗുരുതരമായ ഗതാഗത പ്രശ്നം നിലനിൽക്കുന്ന പാത കൂടിയാണിത്. മണിക്കൂറുകളോളം പ്രദേശത്ത് ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കിടക്കേണ്ട അവസ്ഥയാണ് ഇതിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക്. പാതയിലൂടെ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളും ജോലിക്കാരുമെല്ലാം സമയത്തിനെത്താൻ കഴിയാതെ ഏറെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. പൂഴിത്തറ വളവിലെ ഗതാഗത കുരുക്കഴിക്കാൻ സ്വന്തം സ്ഥലം വിട്ടു നൽകി മാതൃകയായിരിക്കുകയാണ് അൻസാരി കുണ്ടിൽ. കാലങ്ങളായി കോട്ടക്കലിലെ ആളുകൾ നേരിടുന്ന ഈ പ്രശ്നത്തെക്കുറിച്ച് നഗരസഭാ ജനപ്രതിനിധികളും പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം അൻസാരിയെ നേരിൽ കണ്ട് സംസാരിച്ചതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായി അൻസാരി സ്വന്തം സ്ഥലം വിട്ടു നൽകിയത്. ഇതോടെ കോട്ടക്കൽ നഗരത്തിന്റെ വലിയൊരു പ്രശ്നം അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പ്രദേശത്തെ ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ അത് ഇന്നോട് പോവാണ് ശരിക്കും. ഒരുപാട് കാലം അതായത് നമ്മൾ പല വലിയ ചർച്ചകൾ നടത്തി ഇതിന്റെ ഈ ഇവിടെ സ്ഥലം വിട്ടുകിട്ടുക എന്നുള്ള ഒരു നൂലമാല ഇന്നോട് ഒഴിവായിരിക്കണം. കാരണം അതിന്റെ ഉടമസ്ഥൻ അൻസാരിയായി എന്നുള്ളത് കൊണ്ട് ഈ കൂടിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിന്റെ ലീഡേഴ്സും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കടത്തുള്ള ആളുകൾക്ക് അതുകൂടി എളുപ്പമായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അൻസാരി കൃത്യമായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചതാണ്. അപ്പൊ എന്തായാലും വലിയ സന്തോഷമാണ്, വലിയ സന്തോഷത്തോടു കൂടിയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, മുനിസിപ്പാലിറ്റി, ബസ് ഓണേഴ്സിന്റെ ആളുകൾ, ഇവിടുത്തെ മറ്റുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പൊതുവായ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന വികസനത്തിനുണ്ടാവുന്ന ആ ഒരു മാറ്റം ഇവിടെ അതുകൂടി നമുക്കിവിടെ ഒരു കാണാൻ സാധിച്ചിരിക്കും. കോട്ടക്കൽ ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ കോട്ടപ്പടി പൂഴിത്തറ ബൈപ്പാസ് വഴിയുള്ള സുഗമമായ യാത്ര എന്ന ഏറെ നാളത്തെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതിൽ സ്ഥലം വിട്ടു നൽകിയ അൻസാരിയോട് നന്ദി അറിയിക്കുകയാണ് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ. കോട്ടക്കലിലെ ഗതാഗത കുരുക്കിന് ഒരു വലിയ രീതിയിൽ നടന്നു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഈ നാട്ടുകാരും മുഴുവൻ നമ്മൾ പറയേണ്ട ഒരുപാട് കറുത്തൊരു പ്രശ്നമായിരുന്നു. അത് ഇന്ന് ഇവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് വളരെ സന്തോഷം. നമുക്ക് വലിയൊരു രീതിയിൽ ഈ ഒരു ഗതാഗത കുരുക്കും അയക്കുന്നതിൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, CI, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, പിന്നെ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകർ എല്ലാവരും ഒത്തൊരുമിച്ച് അൻസാരിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ സ്വമേധയാ വിട്ടുവന്ന ഭൂമിയാണ് നമ്മളിപ്പം ഇന്നത് പ്രവർത്തന സജ്ജമാകുന്നത്. എന്തായാലും വളരെ സന്തോഷം, ഒരുപാട് നന്ദി അദ്ദേഹത്തോട് അർപ്പിക്കുന്നു. അൻസാരിയുടെ ഈ നല്ല മനസ്സിലൂടെ ഇതിനുള്ള ലക്ഷ്യം കൊടുക്കുന്നു. വലിയ സന്തോഷമുണ്ട്. എല്ലാ ആൾക്കാരും വലിയ സന്തോഷത്തിലാണ്. കാരണം എത്തിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും ആളുകൾ പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തോതിൽ വിദ്യാർത്ഥികളും എല്ലാവരും ബന്ധപ്പെട്ട CA ഇതിന് നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. CA ഇതിന് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കോട്ടക്കലിന്റെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കോട്ടപ്പടി പൂഴിത്തറ റോഡിന്റെ കൂടുതൽ വികസനമാണ് അടുത്ത ലക്ഷ്യമെന്നും സ്ഥലം വിട്ടു നൽകിയ അൻസാരി പറഞ്ഞു. 4 വർഷം മുന്നേ നടക്കേണ്ട പ്രൊജക്റ്റാണ്. 4 വർഷം മുന്നേ ഞാൻ പല ആളുകളെയും അറിയിച്ചതുമാണ്. കഴിഞ്ഞ 7/2024 ഞാൻ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഈ പ്രദേശത്തെ ഭൂമി വെച്ചിട്ട് എല്ലാ മാനദണ്ഡങ്ങളും വെച്ചിട്ട് ഞാൻ ഒരു പെർമിറ്റ് അപേക്ഷ നൽകി. ആ പെർമിറ്റ് നിരാകരിക്കുകയും ചെയ്തു. അത് പ്രകാരം ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചു. അങ്ങനെ കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അതിന്റെ സമീപത്താണ് CAയും ചെയർമാനും കൗൺസിൽ എല്ലാവരും നമ്മളായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം ആ പെർമിറ്റ് അനുവദിച്ചു തരികയാണെങ്കിൽ ഞാൻ 100% നിങ്ങളൊപ്പം ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ കൂടി സംസാരിച്ച് എല്ലാവരും കൂടി സംസാരിച്ച് ഒന്നുകൂടി പരിപൂർണ്ണമായിട്ട് വികസിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.